നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് പിറകുവശത്തുള്ള ഗേറ്റിന് സമീപം നഗരസഭാ അധികൃതർ പട്ടികളെ പിടികൂടിക്കൊണ്ടുപോകുന്നതിനിടെയാണ് ജന്തു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദേശ വനിതകൾ ഇടപെട്ടത്. നിശാഗന്ധി ഫെസ്റ്റിവൽ കാണാൻ എത്തിയവരായിരുന്നു ഇരുവരും. സുരക്ഷാ പദ്ധതിയുടെ പേരിൽ പട്ടികളെ പിടികൂടി എയർപോർട്ടിന് സമീപം കൊണ്ടുപോയി കോർപ്പറേഷൻ അധികൃതർ കൊല്ലുന്നുവെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. മ്യൂസിയം പരിസരത്തുള്ള പട്ടികളെ പിടികൂടി കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് വിദേശ വനിതകൾ ഇത് തടഞ്ഞത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രശ്നം ഒത്തുതീർപ്പായില്ല. ഡ്രൈവറിന്റെ സീറ്റ് കൈയടക്കി പട്ടികളെ കൊണ്ടുപോകുന്നതിന് തടസ്സം നിന്ന വിദേശ വനിതയെ വനിതാ പോലീസ് നോക്കി നിൽക്കാൻ മ്യൂസിയം എസ് ഐ മുഹമ്മദ് ഹുസൈൻ പിടിച്ചു മാറ്റിയത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് പട്ടികളെ പ്ലാമൂട് ജില്ലാ വെറ്റിനറി സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇതറിഞ്ഞ അനിമൽ റെസ്ക്യൂ കേരള സ്ഥാപക ഏവിസ് ലിയോൺ സ്ഥലത്തെത്തി പട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിലും നഗരസഭാ അധികൃതർ ഇതിന് സമ്മതിച്ചില്ല. ABC ആന്റി റാബിസിന്റെ പേര് പറഞ്ഞ് പട്ടികളെ പിടികൂടി പീഡിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇവർ വ്യക്തമാക്കി. I don't know. I want to try. I want a police officer here. Not against the corporation. I just want a case registered of cruelty. The dogs have been in there. They were put in there about 6 last night, and they've been in the van a long while. They had no water all night. There's a dog in there that needs putting to sleep. It's in a terrible state. There's babies without mothers. പദ്ധതിയെക്കുറിച്ച് സംയോജിത പേവിഷ നിർമ്മാർജ്ജന പരിപാടിയാണ്, പേവിഷ നിയന്ത്രണ പരിപാടിയാണ് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ലൈസൻസ് നൽകുക എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന ഘടകം. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് പേവിഷയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് നൽകി കോർപ്പറേഷൻ്റേതായ ഒരു ബാഡ്ജ് കൊടുത്ത് ഒരു ഹെൽത്ത് കാർഡ് കം ലൈസൻസ്, അപ്പോൾ ഇത് ഇത്രയും കൊടുത്ത് വീട്ടിലുള്ള നായ്ക്കളെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനാണ് ഇതിലൊരു ഘടകമായിട്ട് നടപ്പാക്കുന്നത്. ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇതിനോടൊപ്പം തന്നെ നടപ്പാക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തെരുവ് നായ്ക്കളെ കോർപ്പറേഷൻ പിടിച്ചിട്ട് അതിലെ വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിവിടെ PMGയിലും പേട്ടയിലുമുള്ള 2 മൃഗാശുപത്രികളിൽ അത് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഈ നായ്ക്കളെ പിടിച്ച അതേ സ്ഥലങ്ങളിൽ തന്നെ തിരികെ കൊണ്ട് വിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആനിമൽ റെസ്ക്യൂ എന്ന് പറഞ്ഞ് കോവളത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. ഈ പ്രോഗ്രാമായി സഹകരിക്കാനായിട്ട് അവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ധ്യീകരണ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി അവരുടെ സേവനവും ഉപയോഗിക്കുന്നതാണ്. ഒരിക്കൽ കോർപ്പറേഷൻ പരാതിപ്പെട്ടിരുന്നു, ചിലവ് കൂടുതലാണ്, ഒരു നായ്ക്ക് ഏതാണ്ട് 250-300 രൂപ വരുന്നു, അതുകൊണ്ട് അത് ആ ഒരു തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങനെയാണ് സാമ്പത്തിക ബാധ്യതയാകുന്നത്? അത് നിയമപരമായിട്ട് കോർപ്പറേഷൻ്റെ ഒരു കടമ എന്നുള്ള നിലയിൽ ആ സാമ്പത്തിക ബാധ്യത കോർപ്പറേഷനും മറ്റ് സംഘടനകളുടെ സഹായത്തോടു കൂടി അതിനുള്ള ചിലവ് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതിലെ ആനിമൽ റെസ്ക്യൂ ഷെൽട്ടർ അവർ പറഞ്ഞിട്ടുള്ളത് ഫ്രീ ആയിട്ട് അവർ വന്ധ്യീകരണ ശസ്ത്രക്രിയ ചെയ്ത് കോർപ്പറേഷൻ നായ്ക്കളെ അവിടെ കൊണ്ടുപോവുകയും തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നായ്ക്കളെ വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാമെന്നാണ് സമ്മതിച്ചിട്ടുള്ളത്. നഗരസഭയുടെ മെഡിക്കൽ ഓഫീസറിന്റെ